NCERT എന്ന് പറയുന്നത്, അതാണ് ഇപ്പോൾ കേന്ദ്ര നയം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ അപ്ലിക്കേഷൻ. അതിൽ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എത്രമാത്രം നമ്മുടെ ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക് ഉചിതമാണെന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ട്. ഈ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 40-60% കേന്ദ്ര ഗവൺമെന്റും 40% കേരള ഗവൺമെന്റുമാണ് ഇതിന് വിനിയോഗിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അതിലും നമുക്കൊരു സംശയമുണ്ട്. ഈ 60% കേന്ദ്ര ഗവൺമെന്റ് തരികയും എന്നാൽ സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് മാത്രമാണ് ഇത് സ്വീകരിക്കണം എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് എങ്ങനെ 40% പൈസ കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പിലാക്കാനൊരുങ്ങുന്ന പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM-ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പദ്ധതി ഇപ്പോൾ കേരളത്തിലും നടപ്പിലാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റുമായി അത് ഒപ്പുവെക്കാനൊരുങ്ങുന്നു എന്ന കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുക എന്ന് വെച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP നടപ്പിലാക്കുക തന്നെയാണ് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ ഇന്നലകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ഈ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ കൃത്യമായ ഒരു കാവ്യവൽക്കരണം തന്നെയാണ് നടക്കാനിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് NEP അടക്കമുള്ള പരിഷ്കരണങ്ങൾ. എന്നാൽ ഇപ്പോൾ കേരള സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുകയും ഇതിൽ ഒപ്പുവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നയപരമായ ഒരു വിഷയം എന്ന നിലയ്ക്ക് ഗുരുതരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു വിഷയമായിരിക്കെ ഈ ഒരു ഘട്ടത്തിൽ ഒപ്പുവെക്കാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കും? ഒരു ജനകീയ വിദ്യാഭ്യാസ നയം വളരെ ഭംഗിയായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയത്തെ ഒരുപക്ഷെ വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു ക്രെഡിറ്റ് കേരളത്തെ സംബന്ധിച്ചുണ്ട്. നമ്മളതിൻ്റെ ഗുണനിലവാരം അത്തരം വിഷയങ്ങളൊക്കെ വേറൊന്നായിരിക്കാം. പക്ഷേ എന്താണോ ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, സർവശിക്ഷ അഭിയാനിലൂടെയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നൊരാശയത്തെ അത്രമാത്രം കൃത്യമായിട്ട് ഇവിടുത്തെ തുടക്കം തൊട്ട് തന്നെ അത്രയൊരു നല്ല നയമുണ്ടായിരുന്നു. എന്തിന് അറിയുന്ന വെച്ചാൽ ഇപ്പോൾ പുതിയ ഈ NEP-യിലാണ് നമ്മുടെ ക്ലാസ് 1 താഴെയുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ LKG UKG എന്നൊക്കെ പറയുന്ന കിൻഡർഗാർട്ടൻ, ഈ കിൻഡർഗാർട്ടനെ ഈ സ്ട്രക്ചറിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന 5+, 3+, 3+4 എന്നൊക്കെ വരുന്നത്. പക്ഷേ കേരളത്തിൽ നമുക്ക് നോക്കിയറിയാം എത്രയോ വർഷങ്ങളായിട്ട് ബാലവാടികൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല സിലബസ് പോലും ഉണ്ടവർക്ക്. അപ്പോൾ ഇതെല്ലാം നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഈ ഒരു പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറയുന്നതും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും കുട്ടികളെ കൂടുതലായിട്ട് ആകർഷിക്കുകയും ഡ്രോപ്പ് ഔട്ട്സിന് കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ സയൻസ്, ആർട്ട്, സ്പോർട്സ് ഇതിനകത്തൊക്കെ അതുപോലെ ഹരിത വിദ്യാലയം ഇത്തരം സങ്കല്പങ്ങളേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ നല്ല പഞ്ചാരയിൽ പൊതിഞ്ഞ മിഠായി ആയിട്ടാണ് പല പദ്ധതികളും നമ്മുടെ മുൻപിൽ വരാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഇതിപ്പോൾ 14,500-ഓളം സ്കൂളുകളിൽ ആണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം ഏതാണ്ട് ഒരു 336 സ്കൂൾ എന്നാണ് പറയുന്നത്. ഇത്രയും എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്നുള്ളൂ. ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഒരാശയത്തിന് പ്രസക്തി ഉണ്ട്. കാരണം അവിടെ നമുക്ക് പോയ ആർക്കും അറിയാവുന്നതാണ്, കെട്ടിടം പോയിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു ഓല ഷെഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഈ ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതിയിലൂടെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണുള്ളത് നല്ലതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇപ്പോൾ ഒരു ഫണ്ടും ഇല്ലാത്തതുകൊണ്ടും സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതുകൊണ്ടാണോ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നടക്കാതിരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം അക്കൗണ്ടബിലിറ്റിയോടെയാണ് ഇത് നടപ്പാക്കപ്പെടുക എന്നുള്ളതാണ് അവിടുത്തെയും ചോദ്യമായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ മുൻപിലുള്ളൊരു ചോദ്യം, ഇപ്പോൾ കേന്ദ്രം ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ ഇത് കൈവരിച്ചിട്ടില്ലാത്ത സംസ്ഥാനമാണോ
കേരളം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് സ്വാഭാവികമായ ഉത്തരം കേരളം അത് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇത് ഒപ്പുവെക്കാതിരുന്നത്? അപ്പോൾ ഇവിടെ ഈ പുതിയ വിദ്യാഭ്യാസ നയം NEP 2020 പ്രഖ്യാപിച്ചപ്പോൾ അതിലെ ചില ഗുരുതരമായ പിഴവുകളെ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുകയും അതിൽ കൃത്യമായി അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത പാർട്ടികളിലൊന്നാണ് CPM. ആ CPMൻ്റെ ഭരണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവരിതിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് ചെയ്തില്ല. അപ്പോൾ അതൊരു നയപരമായ വിഷയമായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ അത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് പ്രശ്നങ്ങളെന്ന് NEP ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഇതിൽ ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ സ്കൂളുകളിലെങ്കിലും വരാൻ പോകുന്നത് കേന്ദ്രത്തിൻ്റെ പാഠ്യപദ്ധതിയാണ്, അവരുടെ നയമാണ്, അവരുടെ നിയമനമാണ്, അവരുടെ പോളിസികളാണ്. ഇതായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. പക്ഷേ ഒരു ചോദ്യം കൂടെ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിലവിൽ ഇവിടെ കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നവോദയ സ്കൂളുകളുണ്ട്. എന്താണ് അതിൽ നിന്നുള്ള മാറ്റം എന്ന് വെച്ചാൽ, അതിലെന്താണോ നടക്കുന്നത് അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരുവിധ അധികാരവുമില്ല. അവിടുത്തെ നയങ്ങൾ തീരുമാനിക്കുന്നതിലോ നിയമനങ്ങൾ നടത്തുന്നതിലോ ഒന്നും അധികാരമില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഞാൻ പറയുന്നത് ഒരു കാബഡ്ഡി അവിടെയാണ് കിടക്കുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ തിരുത്തൽ വരുത്തുകയില്ല അല്ലെങ്കിൽ ഇടപെടാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ മുൻപിലുള്ള ഈ മാതൃകകൾ ഉണ്ടല്ലോ, ആ മാതൃകകൾ തിരുത്താൻ അതിനകത്ത് ഇപ്പം ആലോചിച്ചു, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പോലും, ഒരു വിവാദമുണ്ടായാൽ പോലും അതിലൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അത്രമാത്രം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അകറ്റി നിർത്തുന്നതാണ് ഈ സ്കൂളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നയപരമായ പ്രശ്നമാണെങ്കിൽ ഇത് അവസാനിച്ചുവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ജനതയെ സ്വാധീനിക്കാൻ, തിരുത്താൻ, അവരെ ചിന്തിക്കുന്ന രീതി മാറ്റിമറിക്കാനൊക്കെയുള്ള ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണ്. അപ്പോൾ ആ രംഗത്ത് ഇപ്പോഴല്ല, വാജ്പേയിയുടെ ഗവൺമെൻറ് വന്ന സമയത്ത് തന്നെ അവരേറ്റെടുത്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ അന്ന് മാനവ വിഭവശേഷി ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായ നയം BJPയെ സംബന്ധിച്ചോളം ഉണ്ട്. ഒരിക്കലും വെറുതെ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഒരു നയരൂപീകരണമോ അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നവരോ അല്ല BJP. ആ അർത്ഥത്തിൽ ഇതിനകത്ത് അപകടങ്ങൾ ഇല്ലാതെയായോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മൾ ഇവിടെ ഇതിന് കൊടുത്തൊരു വിദ്യാഭ്യാസത്തിന് കൊടുത്തൊരു പ്രാധാന്യം, ഇപ്പോൾ ഇവിടെ നമ്മൾ MLA ഫണ്ടുകളിൽ നിന്ന്, MP ഫണ്ടുകളിൽ നിന്ന്, ബ്ലോക്ക് പഞ്ചായത്ത് ഇതെല്ലാം ഈ രംഗത്ത് സമഗ്രമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ വിജയപേരി എന്ന പേരിലൊരു പദ്ധതി നടപ്പാക്കി. അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ വന്നായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പഠിക്കപ്പെടേണ്ട വിധത്തിലുള്ള ഒന്നാണ്. വെച്ചാൽ അധ്യാപകർ അത്രമാത്രം ആത്മാർത്ഥതയോടെ അതിനകത്ത് ഇറങ്ങി പുറപ്പെടുകയും 10-36% ഉണ്ടായിരുന്നത് 100% വളർത്തുകയാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തൊരു ദരിദ്ര ജില്ലയായിരുന്ന മലപ്പുറം ജില്ലയെ കൃത്യമായ പദ്ധതിയോട് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളവും ഈ മലപ്പുറം ജില്ലയൊക്കെ മാതൃകയാകേണ്ടതാണ്. ശരിക്ക് തദടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ സംസ്കാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് എവിടെയാണോ ഇപ്പോൾ ഗ്യാപ്പുള്ളത്, എവിടെയാണോ ഇനി കൂടുതൽ ഉയർന്ന പദ്ധതികൾ വരേണ്ടത്, അത് പിന്തുണക്കപ്പെടേണ്ട ഒരു സമയമാണ്. പക്ഷെ ഇതിനു പകരം എന്താണ്, ഈ ഒരു ആഗോള അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒന്നാമത് പറയാൻ വെച്ചാൽ, ഒരിക്കലും എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ തുല്യമല്ല, ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില അഖിലേന്ത്യാ നയങ്ങൾ പരാജയമാകുന്നതും അല്ലെങ്കിൽ പരാജയപ്പെടുമെന്നും പറയുന്നതും. പക്ഷെ ഇവിടെ BJPയെ സംബന്ധിച്ചോളം അതിൽ വിജയപരാജയങ്ങളില്ല. കാരണം അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നടപ്പായി കിട്ടിയാൽ അവർ വിജയിച്ചു. അപ്പോൾ ഇവിടെയാണ് ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഇത്തരമൊരു നയ
വ്യതിയാനം സംഭവിക്കുമ്പോൾ അതെത്രമാത്രം ഗുണപരമാകുമെന്നുള്ളത്. ഇപ്പോൾ എന്താണ് നമ്മൾ ICHR അല്ലേ, അവരുടെ ഹിസ്റ്ററി റിസർച്ച് വിങ്, അതിൻ്റെ ഇൻക്യുബേറ്ററിൽ വളരെ കൃത്യമായിട്ടുള്ള ചരിത്ര ബോധം, പുതിയ ചരിത്ര നിർമ്മിതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഒരുപാട് ഒമിഷൻസ് ചരിത്ര പുസ്തകങ്ങൾ നടന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇൻക്ലൂഷൻസും നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പുസ്തകങ്ങൾ കേരളത്തിൽ നമ്മൾ പഠിപ്പിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇനി ആലോചിച്ച് നോക്കൂ, കുറച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്കൂളുകളിലെ കുട്ടികൾ ഒരു ചരിത്രം പഠിക്കണം, അപ്പുറത്തെ കുട്ടികൾ വേറൊരു ചരിത്രം പഠിക്കുന്നു. അപ്പോൾ ഒരു തരം ഏറ്റുമുട്ടലിലേക്ക്, ചരിത്രബോധങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും നമുക്കറിയാം മാനവ വിഭവശേഷി വകുപ്പ് എന്നായിരുന്നു, അതിൻ്റെ അണ്ടറിലാണ് വിദ്യാഭ്യാസം വന്നിരുന്നത്. അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കി. അതിൻ്റെ തന്നെ ഉദ്ദേശം എന്തായിരുന്നു? കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിദ്യാഭ്യാസ മേഖല. അങ്ങനെ ഇടപെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഘടന കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇന്ത്യയിലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തെയാണ് ഒന്നാമതായിട്ടിത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെ മുൻപിലെന്ന് വെച്ചാൽ കുറച്ച് ചോദ്യങ്ങളുള്ളത്. ആ ചോദ്യങ്ങൾ ആണ് നമുക്ക് ജനങ്ങളോടും ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഉത്തരം കിട്ടേണ്ടതും. ഒന്നായിട്ട് എന്താ വെച്ചാൽ, ഇതാരുടെ ഫണ്ടാണ്? നമ്മളിപ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ പോക്കറ്റിൽ നിന്നെടുത്ത് തരുന്നൊരു ഫണ്ടാണെന്നുള്ള പോലെയാണ് ഇന്ന്. മാത്രമല്ല അത് പിന്നെ ആ സ്കൂളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കണം. ശരിക്കും അത് എല്ലാ മറ്റേ മുഖ്യമന്ത്രിമാരും ഒക്കെ അത് നിർത്തേണ്ട ഒരു പരിപാടിയാണത്. നാട്ടുകാരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവനവൻ്റെ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുമ്പിൽ വെക്കുന്ന പരിപാടിക്ക് പ്രത്യേകിച്ച് യാതൊരു ഇല്ല. അപ്പോൾ ഇവിടെ ഇത് കേരളം കൂടെ കൊടുത്തിട്ടുള്ള ഫണ്ടാണ്. അപ്പം അങ്ങനെ കേരളം കൂടെ സംഭാവന ചെയ്തൊരു ഫണ്ട്, അതിൽ നിന്നൊരു വിഹിതം പ്രത്യേകിച്ചും ജനകീയമായൊരാവശ്യത്തിന്, ഒരടിസ്ഥാനപരമായ ആവശ്യത്തിന് നൽകുന്നത് തടയാൻ കേന്ദ്രത്തിന് എന്ത് അധികാരമാണ് ഉള്ളത്? ആ ചോദ്യം ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. അത് മുഴങ്ങി കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെഡറലിസത്തെ തകർക്കുന്ന, ഈ കൺകറൻറ്റ് ലിസ്റ്റ് പെട്ടൊരു ആശയത്തെ ഈ രീതിയിൽ വികൃതമാക്കി സംസ്ഥാനങ്ങളെയൊക്കെ യാചിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോഴും എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭം നയിക്കാൻ ഇവിടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്? അല്ലെങ്കിൽ ഇത് അത്രമാത്രം ദുർബലമാണോ അവരുടെയൊക്കെ വോയിസ് എന്നുള്ള ചോദ്യം എന്തായാലും ഉണ്ട്. മറ്റൊന്ന് വെച്ചാൽ, ഈ കേരളം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എന്താണ്? അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു. ഇവിടെ ആലോചിച്ചു കൂടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂളുകൾ അല്ലേ, എന്തിനധികം അതിനകത്ത് പിന്നെ ഡിജിറ്റലൈസ് ചെയ്ത ക്ലാസ് മുറികളാണ് ഇവിടെ ഉള്ളത്. TV ഉണ്ട്, അല്ലെങ്കിൽ പാനൽ ബോർഡുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചോളം ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ: പഠന സാമഗ്രികൾ, പഠന സഹായത്തിന് ആവശ്യമുള്ളതും പിന്നെ ഈ പറയുന്ന ഉച്ചക്കഞ്ഞി പോലുള്ള ഇതുകളാണ്. ഈ ഫണ്ടുകൾക്ക്, പ്രത്യേകിച്ചും ഉച്ചക്കഞ്ഞിയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സർക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഇവിടെയുള്ള നിലവിലുള്ള കുട്ടികൾ ഡ്രോപ്പ് ഔട്ടാകാതെ അവർ പഠനം പൂർത്തിയാക്കി ഉയർന്ന മേഖലകളിലേക്ക് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെങ്കിൽ അവർ ഫണ്ട് നൽകേണ്ടത് ഈ ഒരാവശ്യത്തിലേക്കാണ്. അപ്പോൾ അവിടെയും എന്തൊരു മനോവികാരമാണ് ഇതിൻ്റെ പിറകിലുള്ളതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ആ ഫണ്ട് തടഞ്ഞു വയ്ക്കുമ്പോൾ 4-5 നമുക്കറിയാം, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, അതിനകത്ത് കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ്. പ്രത്യേകിച്ചും ചില അങ്ങനത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറവാണ്. എയിംസിൻ്റെ ഇതുകളിൽ അത് വന്നു എന്ന് പറയുന്നു, ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണതയിലേക്ക് ചെയ്യുന്നില്ല. IITക്ക് വേണ്ടിയുള്ള മറുപടി നടക്കുന്നുണ്ട്, വരുമെന്നൊക്കെ പലരും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത്തരമൊരാവശ്യത്തിലേക്ക്
ഈ രീതിയിൽ ഫണ്ടുകൾ നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം അതിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാച്ചാൽ ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഫണ്ട് എങ്ങനെ ഇതിൻ്റെ പേരിൽ തടഞ്ഞു വയ്ക്കുക? വളരെ ഗൗരവമുള്ളൊരിതല്ലേ. അതിൻ്റെ ഫണ്ട് ഇത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ, ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മറ്റേതും തരില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പിറകിലുള്ള ചേതോവികാരം? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. നമ്മുടെ ഫണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റിൽ കയറ്റെടുത്ത പൈസ കയ്യിൽ വെച്ചിട്ട് എന്താണ്, ഇതെനിക്ക് കിട്ടണമെങ്കിൽ നീ എൻ്റെ കാല് നിൽക്കണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഗൗരവമുള്ള ചില ചിന്തകൾ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തായാലും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം CBSEയുടെ ഒരു സർക്കുലർ വെച്ചാൽ വരുന്ന 5 മാസത്തിനുള്ളിൽ 10 സ്കില്ലുകൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അതിന് 60 ദിവസം 2 മണിക്കൂർ വെച്ച് ചിലവഴിക്കണമെന്നാണ്. ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായി ഈ CBSEയിൽ വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ NCERT എന്ന് പറയുന്നത്, അതാണ് അപ്പോൾ കേന്ദ്ര നയം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എത്രമാത്രം നമ്മുടെ ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക് ഉചിതമാണെന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ട്. ഈ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സമയം നീക്കി വെക്കാൻ നിർബന്ധ ബുദ്ധിയോടെയാണ് ആ സർക്കുലർ വന്നിട്ടുള്ളത്. 3 അധ്യാപകരെ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിന് എന്ത് ചെയ്യണം, അയക്കണം. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നാളെ ഇപ്പോൾ ഈ നയം സ്വീകരിക്കുന്നതോടെ ഒരു നിലക്കുമുള്ള പോളിസി ഡിക്റ്റേഷനുമുള്ള അവകാശമില്ലാതെയായാൽ എന്തു പറഞ്ഞാലും കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഈ ത്രിഭാഷാ പദ്ധതിയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു തരം ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്, സാമ്പത്തിക ഉപരോധം. ഇതിന്ന് വിദ്യാഭ്യാസത്തിലാണെങ്കിൽ നാളെ മറ്റു ചില കാര്യങ്ങളിലും വരാം. മറ്റു ചില കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ നീതി ആയോഗിൻ്റെ ചില മാനദണ്ഡങ്ങൾ കേരളത്തെ സംബന്ധിച്ചോളം എത്രമാത്രം അപകടകരമായി തീർന്നു എന്നുള്ളത്. വികസനം ഒരു ബാധ്യതയായി തീർന്ന സ്റ്റേറ്റാണ് കേരളം. പോപ്പുലേഷൻ കൺട്രോൾ നന്നായി നടപ്പാക്കിയത് വലിയ ഒരു ട്രാജഡിയായി മാറിയ, സാമ്പത്തിക ട്രാജഡിയായി മാറിയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ തന്നെ നമ്മളുടെ ഒരു അവകാശങ്ങൾ, ഇത്തരത്തിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ ഇരന്നു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴി ഇരക്കൽ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ബുദ്ധിമുട്ടല്ലേ. അവിടെയാണ് നമുക്ക് വലിയൊരു വിഷമമുണ്ടാക്കുന്നത്. എന്തായാലും ഇനി മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്കിൽ ഒരു ആകെ കൂടെ 2 സ്കൂളുകൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഒരു BRCയിൽ ഒരു പ്രൈമറിക്കും ഒരു സെക്കൻഡറി സ്കൂളിലും. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ, നമ്മളെ കേരളത്തിൽ ഏതാണ്ട് 15,000-ത്തിലധികം സ്കൂളുകളുണ്ട്. അത് മറ്റേ ഗവൺമെൻറ്റിൻ്റെയും എയ്ഡഡും ഒക്കെ കൂടെ ആയിട്ട്. അപ്പോൾ ഈ 15,000-ത്തിലധികം സ്കൂളുകളിൽ 300 ചില്ലാനം സ്കൂളുകൾക്ക് മാത്രമായി ചില അവകാശങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ബാക്കി കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന, എല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ട അവകാശങ്ങളിൽ ചിലർക്കു മാത്രമായിട്ട് അവകാശം നൽകുന്നത് ഇതിന് എന്തു ന്യായമാണ് നമുക്ക് പറയാൻ പറ്റുക? ഒപ്പം ഇങ്ങനെ ഇതിന് ഈ നയത്തെയും ഇതിൻ്റെ നടപ്പാക്കലിനെയും ഒക്കെ കൂടെ കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വളരെ ഒരു തരം ഫ്യൂഡൽ മനോഭാവത്തോടെയാണ് ഈ കേന്ദ്ര സർക്കാർ എല്ലാത്തിനെയും കാണുന്നത്. ഒരു മാടമ്പി സ്വഭാവം. കേൾക്കടാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അനക്കൊന്ന് ചോറില്ല എന്ന രൂപത്തിൽ. അപ്പോൾ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കലാണ് ഇനിയുള്ള രാഷ്ട്രീയ കാലം എന്നത് ഇവിടുത്തെ ഏറ്റവും പ്രബുദ്ധമായ ഈ രാഷ്ട്രീയ സംഘടന. കാരണം CPI അതിൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM ആണിപ്പോൾ ഇത് അംഗീകരിക്കാൻ പോകുന്നത്. അതൊരു വലിയ പരാജയമായി തന്നെ നമ്മൾ കണ്ടുവരില്ലേ. അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഒരു 10,500 കോടി നമ്മൾ വെറുതെ കളയണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇനി വേറൊരു ചോദ്യമുണ്ട്. എന്താ വെച്ചാൽ ഇത് മുഴുവനായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ 60-40 എന്നുള്ള പ്രപ്പോർഷനിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ
അതിനും പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇല്ല. എന്തായാലും അങ്ങനൊരു കീഴടങ്ങൽ നടക്കുമ്പോൾ നമ്മളുടെ മുൻപിലുള്ള വലിയൊരു ചോദ്യം, ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, വോട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സാമുദായിക കളികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കീഴടങ്ങൽ കൂടെ നമ്മൾ തയ്യാറാവുകയാണോ എന്നൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു 1900 കോടിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ മതനിരപേക്ഷതയെ, ഭാവിയെ വിറ്റുകളഞ്ഞ ഒരു സർക്കാരായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അടിത്തറ തകർക്കാൻ വേണ്ടി മാന്യമായ നിലയിൽ തന്നെ പിന്തുണ കൊടുത്തൊരു സർക്കാരായിട്ട് ഇത് മാറും. എന്തായാലും തൽക്കാലം ഇത് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് തൽക്കാലമല്ല, നമ്മളത് സഹിക്കാൻ തയ്യാറാണ്. കേരളീയനത് സഹിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ കേരളീയൻ്റെ മുൻപിൽ അങ്ങനെ അവൻ്റെ അഭിമാനം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടതില്ല എന്നാണ് ഒരു മലയാളി എന്നർത്ഥത്തിൽ, കേരളീയൻ എന്നർത്ഥത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഇന്ന് ഈയിടെയായി മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ പൂർണ്ണമായും ശീതീകരിച്ച് എന്ന വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മതേതര രാജ്യം എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അതീവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്നൊരു ഏരിയയാണല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലെ ആശങ്കകളെ മുൻകൂട്ടി കാണുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ വളരെ വ്യവസ്ഥാപിതമായി ഏറ്റവും നല്ല രൂപത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ കേരളത്തിലുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള വിജയബേരി. അപ്പോൾ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഒരു LP സ്കൂൾ ശീതീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അധിക സ്കൂളുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അത്രയും സൗകര്യപ്രദമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ കേരളം. ഈ കേരളത്തിൽ NEP നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, NEP കൊണ്ടുവന്നപ്പോൾ ആദ്യമായി ശരിക്കും ശക്തമായി എതിർത്തത് CPM-ഉം ഇടതുപക്ഷ സംഘടനയുമാണ്. ആ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ മുജാഹിദ് സംഘടന, പ്രത്യേകിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കരിക്കുലം കരട്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവിക LGBTQ ആ ഒരു പൊളിറ്റിക്സ് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് PTA കമ്മിറ്റികളിലും മറ്റുള്ള പൊതുജനങ്ങൾക്കിടയിലൊക്കെ ശക്തമായി സംസാരിച്ചു, ജനകീയ ചർച്ചകൾ. ആ സമയത്ത് CPM പോലെയുള്ള സംഘടനയുടെ നേതൃത്വത്തിൽ പോലും ഉണ്ടായിരുന്ന ആളുകളുടെ സംസാരം, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ കേവലം ഈ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ തർക്കിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. കാരണം അത്രമാത്രം സീരിയസ് ആയി ഇതൊരിക്കലും NEP ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് വാദിച്ചിരുന്നവരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം. എന്നാൽ നേരത്തെ ഖേദകരമെന്ന് പറഞ്ഞാൽ ഈ SSA അതിൻ്റെ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്നും ഒരു CPM-ൻ്റെ ഭരണത്തിലുള്ള ഒരു മന്ത്രിയുടെ സംസാരമുണ്ട്, രാധാകൃഷ്ണൻ നടന്നുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത്, ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയും അതുപോലെ ആ ഫണ്ടിന് വേണ്ടി അടിമവേല ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇവർ തരം താണു എന്നത് ഏറെ ഖേദകരമായൊരു കാര്യമാണ്. ഇപ്പോൾ CPM-ൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ ഇവിടെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് EMS ആണ് അത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഉടമകൾ അതുപോലെ ബൂർഷകളൊക്കെ ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നപ്പോൾ പോലും അതിശക്തമായ ഈ നയം നടപ്പിലാക്കാൻ അവർക്ക് യാതൊരു തരത്തിലും പ്രയാസം ഉണ്ടായിരുന്നില്ല. അതൊരു ഇച്ഛാശക്തിയാണ്, ഒരു ആദർശ ബലമാണത്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സമീപകാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ൻ്റെ 2 തവണയായി അടുപ്പിച്ച് വന്ന ഈ ഭരണകൂടം പലതരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നു പറയുന്നത് വലിയ ഭയപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. ശരിക്കും ബഹുസ്വരതയെ തകർക്കുക എന്നുള്ളതാണ് ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട. നമുക്കറിയാം, അത് സാംസ്കാരികമായി അവരതിനു വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഒന്നാണ് ശരിക്കും വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഉത്തരേന്ത്യയിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ചരിത്രം,
ഒക്കെ തിരുത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം നമുക്കറിയാം ഈ മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തെ തിരസ്കരിച്ചുകൊണ്ടാണ് ചരിത്ര പുസ്തകങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെതിരെയും ഇവിടെ സംസാരിച്ചിട്ടുള്ളത് CPM ആണ്. CPM അതിനുവേണ്ടിയുള്ള സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ പാഠപുസ്തകം ഒരിക്കലും ഇവിടെ അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞാബദ്ധത ആയിക്കൊണ്ട് തന്നെ അവർ സംസാരിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള ആർജവത്തോടുകൂടി നിലകൊള്ളേണ്ട ഈ ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടം ഈ PM ശ്രീ സംവിധാനം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കാശിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറാവുന്നതിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ഇത് നടപ്പിലാക്കിയാലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്ന് വെച്ചാൽ ഈ ചരിത്രം മാത്രമല്ല അവർ തിരുത്തിയുള്ളത്, മറിച്ച് ശരിക്കും ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ, അതുപോലെ ദളിത് വിഭാഗം, ഇവരൊക്കെ ഒരു അപരവൽക്കരിക്കുന്ന വിധമുള്ള രചനകളൊക്കെ പാഠപുസ്തകത്തിൽ കാണാം. ഉദാഹരണമായി ചില വാക്കുകൾ, ആ വാക്കുകളുടെ ഓപ്പോസിറ്റ് പഠിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ഓപ്പോസിറ്റ് ഹിന്ദു എന്ന രൂപത്തിലാണ്. ആ കുട്ടികളുടെ മനസ്സിൽ അത്രമാത്രം വർഗീയത കോരിയിട്ടുകൊണ്ടാണ് ആ നിലക്ക് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു ബഹുസ്വരതയ്ക്ക് വേണ്ടിയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിനൊരു ആർജവം ഉണ്ടാകണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല ഇനിയിപ്പോൾ സാമ്പത്തികമായ പ്രശ്നം, പൈസ തന്നാലേ ഞങ്ങൾ ക്യാഷ് ഇത് ക്യാഷ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് അവർ തരാതിരിക്കാനുള്ള കാരണം ഇത് നടപ്പിലാക്കണം എന്ന ഒരു വാശിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ജനകീയ പ്രക്ഷോഭം ഇവിടെ നടന്നില്ല. ശരിക്കും പറഞ്ഞാൽ CPMൻ്റെ ഒക്കെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ സെമിനാറുകൾ ധാരാളമായി നടപ്പിലാക്കുന്ന, അതുപോലെ തന്നെ വൈജ്ഞാനികമായി ഇത്തരം രംഗത്ത് ജനങ്ങളെ സമുദ്ധരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അങ്ങനെയുള്ളൊരു ചർച്ച പോലും ഇവിടെ നടക്കാതെയാണ് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരു സുപ്രഭാതത്തിൽ സംസാരിച്ച് അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാവുകയാണ്. നേരിട്ട് ഒപ്പിടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ശരിക്കും 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% കേരള ഗവൺമെൻറ്റുമാണ് ഇതിന് വിനിയോഗിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അതിലും നമുക്കൊരു സംശയമുണ്ട്. ഈ 60% കേന്ദ്ര ഗവൺമെൻറ് തരികയും എന്നാൽ സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് മാത്രമാണത് സ്വീകരിക്കണം എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് എങ്ങനെ 40% പൈസ കൊടുക്കും? അത് വലിയൊരു ആശങ്ക ഉണ്ട്. മാത്രമല്ല ഇതിലൊക്കെ ഒരു ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധമുള്ള ശൈലിയല്ല ഇവർ സ്വീകരിക്കുന്നത്. അങ്ങനെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നത്. മാത്രമല്ല ഇപ്പോൾ 336 സ്കൂളുകളിലാണ് BRC ലെവൽ, ഒരു BRCയിൽ 2 സ്കൂളുകളാണെന്ന് പറഞ്ഞല്ലോ. ഈ സ്കൂളുകളിലൊക്കെ നരേന്ദ്രമോദിയുടെ ഫോട്ടോകൾ വരും. സ്വാഭാവികമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ഒന്ന് വിശാലമാക്കും. അതുപോലെ അവിടെയുള്ള അധ്യാപകർക്ക് പ്രത്യേകമായ ട്രെയിനിങ് നൽകിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കാൻ അവർ ശ്രമിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ മറ്റുള്ള സ്കൂളുകളിലേക്കും ഇത് ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ സ്കൂളിലേക്കും ഞങ്ങളുടെ പ്രദേശത്തേക്കും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പൊക്കെ നമ്മളെ മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ആ സ്കൂളിൽ വെള്ളിയാഴ്ച ലീവാണ്, അതുപോലെ റമദാനിൽ അവധിയാണ്. അപ്പോൾ അതിപ്പോൾ ജനറൽ സ്കൂളിൻ്റെ അവരുടെ സൗകര്യവും ശൈലിയും ടീച്ചേഴ്സ് നോക്കിയിട്ട് അത് മാപ്പിള സ്കൂളിലും വേണം എന്ന് പറഞ്ഞ് അവിടെ PTA കൂടി അങ്ങനെ അവരെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് മാപ്പിള സ്കൂൾ എന്നുള്ളത് ജനറൽ സ്കൂളായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഏതൊരു വിഷയത്തിലും അവർ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നതുപോലെ ഈ ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിലെ മറ്റുള്ള സ്കൂളുകൾ തീർച്ചയായിട്ടും ഇതിനെ ശ്രദ്ധിക്കും. അതേപോലെ സംവിധാനങ്ങൾ ഇവിടെ വേണമെന്ന് പറയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പദ്ധതികളോട് ആവിഷ്കരിക്കണമെന്ന് പറയും. സ്വാഭാവികമായിട്ട് CBSEയും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു വലിയൊരു കുബുദ്ധി ഇതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ഫാഷിസമോ അതേപോലെ വർഗീയതയോ ഒന്നും തൊട്ട് തീണ്ടാത്ത വിധം വളരെ സുരക്ഷിതമായ നല്ല രീതിയിൽ പോകുന്ന ഈ കേരളക്കര ഈ RSSൻ്റെ 100ാം വാർഷികമാണ്. അതോടുകൂടി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞതിൽ ഒരു വലിയൊരു തടസ്സം യഥാർത്ഥത്തിൽ അവർക്ക് കേരളമാണ്. ഈ കേരളത്തെ ഇങ്ങനെ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി മാറ്റിയെടുത്താൽ മാത്രമേ സാധിക്കൂ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവരിത്തരം നമ്പർ ഇറക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്, അതുപോലെ പശ്ചിമ ബംഗാൾ, കേരളത്തിൻ്റെ കൂടെയുള്ള ഈ 3 സ്റ്റേറ്റുകളുണ്ട്. അവർക്കും ഇതുപോലെ അവരുടെ പണം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. SSAൻ്റെ പണം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശമാണ്. പക്ഷേ ശക്തമായി ഈ 2 സ്റ്റേറ്റുകളും
നടപ്പിലാക്കുകയില്ല എന്ന തീരുമാനത്തോടു കൂടി തന്നെ അതൊരു പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ കേരളം എന്തുകൊണ്ട് എന്നുവെച്ചാൽ ഒരു പ്രതിപക്ഷം കൂടിയല്ല യഥാർത്ഥത്തിൽ BJP. RSSന് ഒരുപാട് ശാഖകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ അവരെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കാലങ്ങളായി നിയമസഭ പോലും കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നല്ലൊരു സുരക്ഷിതമായ ഒരു ഈ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കുന്നതോടുകൂടി സാമൂഹികപരമായ പ്രശ്നങ്ങളുണ്ടാകും, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. അതേപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തെ തിരസ്കരിക്കുന്ന, അതുപോലെ ഇന്ത്യയുടെ വികസനത്തിനും പുരോഗമനത്തിനും മുസ്ലിങ്ങൾ ഒരു സംഭാവനയും അർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന സവർക്കർ എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്ന് അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്ത് മാറി നിന്ന സവർക്കറെ രാഷ്ട്രപതിയുടെ മേലെ അവരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു സംഘത്തിന് ഇങ്ങനെ ഒരു ഇടം നൽകിയാൽ തീർച്ചയായിട്ടും കേരളം സമീപ ഭാവിയിൽ വർഗീയതയുടെ ഒരു കൂത്തരങ്ങായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.